മുൻ മന്ത്രി ഗണേഷ് കുമാറിനെതിരായ അഴിമതി ആരോപണത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. ഗണേഷ് കുമാറിനെതിരെ അഴിമതി ആരോപണത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിനെതിരായ അഴിമതി ആരോപണത്തിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അടുത്ത മാസം 20-നകം സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കെ തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഭാര്യ ബിന്ദു മേനോന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിന് വഴിവിട്ട് സഹായം നൽകിയെന്ന പരാതിയിലാണ് കോടതിയുടെ ഇടപെടൽ. കൊച്ചി കടവന്ത്ര സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ചെഷയർ ടാർസനാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേരഫെഡിന്റെ വെളിച്ചെണ്ണ ദുബായിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും മിൽമ ഉൽപ്പന്നങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ വിപണനം നടത്തുന്നതിനുമുള്ള കരാറുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നൽകിയെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. മത്സര ടെൻഡറുകളോ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റോ ക്ഷണിക്കാതെയാണ് കരാറുകൾ മുൻ മന്ത്രിയുടെ ഭാര്യയുടെ സ്ഥാപനത്തിന് കൈമാറിയത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കരാറുകൾക്ക് തുറന്ന ടെൻഡർ നടപടികൾ വേണമെന്ന കേരള ഫിനാൻഷ്യൽ കോഡിന്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുൻ മന്ത്രി ഗണേഷ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മേനോനും ചില ഉദ്യോഗസ്ഥന്മാർക്കും എതിരെയാണ് ഈ കേസിൽ ഈ പരാതി ബോധിപ്പിച്ചിട്ടുള്ളത്. മിൽമയുടെയും കേരഫെഡിൻ്റെയും വിദേശ വിപണന അവകാശങ്ങൾ ശ്രീമതി ബിന്ദു മേനോൻ്റെ ഉടമസ്ഥതയിലുള്ള മിഡ് നൈറ്റ് സൺ ഗ്ലോബൽ എന്ന സ്ഥാപനത്തിന് യാതൊരു നടപടികളും പൂർത്തിയാക്കാതെ നൽകി എന്നുള്ളതാണ് പരാതിക്കാസ്പദമായ വിഷയം. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഈ 2 സ്ഥാപനങ്ങളുടെയും വിദേശ വിപണന അവകാശം നിയമാനുസൃതമായ ടെൻഡർ വിളിക്കുകയോ അല്ലെങ്കിൽ കൊട്ടേഷൻ സ്വീകരിക്കുകയോ ചെയ്യാതെ മന്ത്രിയുടെ ഭാര്യയ്ക്ക് നൽകിയതിലൂടെ അധികാര ദുർവിനിയോഗവും അതുപോലെ തന്നെ മറ്റ് മോശമായ പ്രവൃത്തികൾ നടത്തി എന്നുള്ളതാണ് പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണ വിഷയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മറ്റ് നടപടികളൊന്നും നടത്താത്തതിനാലാണ് കോടതിയെ സമീപിക്കേണ്ടി വന്നത്. കോടതിയിൽ നിന്നും ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും അതിൻ്റെ റിപ്പോർട്ട് നൽകുന്നതിനുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. മന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് ഭാര്യയുടെ സ്ഥാപനത്തിന് സാമ്പത്തിക ലാഭവും കമ്മീഷനും ഉറപ്പാക്കുന്ന രീതിയിലാണ് കരാറുകൾ ഉണ്ടാക്കിയതെന്നും ഹർജിയിൽ ആരോപണമുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ അനുസരിച്ച് 2025 ജനുവരി മുതൽ മാർച്ച് വരെ ഏകദേശം 6 ടൺ വെളിച്ചെണ്ണയും 2025 നവംബറിൽ 20 ടൺ വെളിച്ചെണ്ണയും ഇത്തരത്തിൽ ദുബായിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതേ വിഷയത്തിൽ പരാതിക്കാരൻ വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് പരാതി നൽകിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത്. ഹർജി 20-ന് കോടതി വീണ്ടും പരിഗണിക്കും. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.